കർത്താവിന്റെ നാമത്തിൽ സ്നാനം ചെയ്യുന്നു. രാജാവ് ഈ കാര്യങ്ങൾ അറിയുന്നു. ഈ മഹാരാജന്റെ രാജാവായ ശ്രീ രാജരാജേന്ദ്ര ചക്രവർത്തി എഴുന്നള്ളുന്നേ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. രാജാവ് വരുന്നു. പറയൂ പ്രജകളെ, എന്താണ്? രാജൻ രാജൻ കടൽ കടന്നു വന്ന ഒരു വ്യക്തി കുറെ പേരെ മതം മാറ്റുന്നത് ഞാൻ കേൾക്കുന്നു. മതം മാറ്റണോ? അതേ രാജൻ, ഞാനും ചെറുതായി കേൾക്കുന്നുണ്ട്. ഇപ്പോൾ നാട്ടിൽ അതാണ് ചർച്ച. സാരമില്ല, ഈ പ്രാവശ്യത്തിലേക്ക് ക്ഷമിക്കാം. നാട്ടുരാജാവ് വന്ന് പണം ചോദിക്കുകയും തോമസ് ലിഹ വരികയും ചെയ്യുന്നു. പെട്ടെന്ന് പണം ഇല്ലെങ്കിൽ ഇതെല്ലാം ഞാൻ ചൂട്ടരിക്കും. ഇല്ല, ഒരിക്കലും തരികയില്ല. കൂടി ഇപ്പോൾ 100 ചെമ്പായി. പക്ഷെ നീ എന്തൊക്കെ കാണിച്ചാലും എത്ര പണിയെടുത്താലും അത്രയും കിട്ടുകയില്ല. അതുകൊണ്ട് നിന്നെ ഞാൻ കൊണ്ടുപോവുകയാണ്. ഏയ്, നീ എന്താണ് കരുതുന്നത്? കാര്യം പറയൂ. അവർ പറയില്ല, ഞാൻ പറയാം. എന്റെ കയ്യിൽ നിന്ന് 50 ചെമ്പ് നാണയം വാങ്ങി ഇപ്പോൾ അത് പെരുകി 100 ചെമ്പ് നാണയമായി. അല്ല, താനാരാ? ഞാനാണ് തോമസ്, കടലിൽ നിന്ന് വന്നതാണ്. ഓ, അപ്പോൾ നിങ്ങളാണല്ലേ ആ തോമസ്? ഞാൻ തന്നെ. എന്റെ കയ്യിൽ കരുത്ത പണമില്ല. എന്നെ ഇവിടെ കൊണ്ടുപോകുക. എന്നെ രക്ഷിക്കണമേ. അപേക്ഷയാണ്. പണം ഞാൻ തന്നാൽ മതിയോ? അതിന് താങ്കളാരാണ്? താങ്കളുടെ കയ്യിൽ പണമുണ്ടോ? കർത്താവിന്റെ നാമത്തിൽ ഈ പാവങ്ങളെ ഞാൻ ചെയ്യുന്നുണ്ട്. ഇതാ 100 ചെപ്പ് നാണയത്തിന് പകരം 100 സ്വർണ്ണ നാണയം. അസാധ്യം. ഇതെങ്ങനെ? നാട്ടുരാജാവ് രാജാവിന്റെ അടുത്തേക്ക് വരുന്നു. രാജാവ് തോമസ് ലിഹയെ കൊല്ലാൻ പറയുന്നു. ഈ മഹാരാജന്റെ നേതാവായ ശ്രീ രാജരാജേന്ദ്ര ചക്രവർത്തി എഴുന്നള്ളുന്നേ. എന്താണ് പ്രജകളെ? രാജൻ, ഞാൻ അടിയന്മാരുടെ അടുത്ത് നിന്ന് കടം വാങ്ങിയ പണം മേടിക്കാൻ നോക്കിയപ്പോൾ തോമസിനെ ആ വ്യക്തി വന്ന് ആകാശം നോക്കി ഏതോ ഒരു ദേവനെ വിളിച്ചപ്പോൾ കടലിൽ നിന്ന് ഒരു കിഴി 100 സ്വർണ്ണ നാണയം കിട്ടി. ചിലപ്പോൾ കാട്ട് രാജാവിനോടുള്ള ബുദ്ധിമാറ്റാണെന്ന് തോന്നുന്നു. നീ എന്താണ് ഈ പറയുന്നത്? ഇതെന്റെ രാജ്യമാണ്. ഇവിടെ വന്ന് വേറെ മതം പഠിക്കാൻ അനുവദിക്കില്ല. ഇത് ഇനി എത്ര വലിയ ശക്തിയാണെങ്കിലും ഞാൻ ഈ ഭൂകാട്ടിന് പിടിതെറിയും. അവനിനി